ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം പത്തിന് പൊന്നോണം എന്ന നമ്മുടെ ഓണം സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഞാനിത് കറക്റ്റ് ഈ അത്തം തുടങ്ങി അന്ന് മുതലേ എടുക്കണതല്ല കേട്ടോ. ഇതിന് മുന്നേ ആയിട്ട് ഓരോ ദിവസവും അതിനു വേണ്ടി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണതാണ്. ഇന്ന് ശരിക്കും അത്തമല്ല, ഓക്കെ. അപ്പം മുന്നേ കൂട്ടി നമ്മൾ ഓരോ ദിവസം മുന്നേ കൂട്ടി എടുത്ത് വെക്കുന്ന വീഡിയോ ആണ്. അല്ലെങ്കിൽ നമ്മൾ ജോലിയും പിള്ളേരുടെ സ്കൂളും എല്ലാമായിട്ട് നമുക്കത് പറ്റില്ല. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലത്ത് ഞാൻ എൻ്റെ മേക്കപ്പ് സംഭവങ്ങളും കഴിഞ്ഞ് പോയിട്ട് പിള്ളേരും എൻ്റെ ഏട്ടനും കൂടിയാണ് വീഡിയോ എടുത്തതും പൂക്കളിട്ടതും അതുപോലെ എല്ലാം കഴിഞ്ഞ അവസാനം ബായ് പറയണത് ഔട്ടിയായിരുന്നു. എനിക്ക് കണ്ടുപോകാൻ ഭയങ്കര സന്തോഷം തോന്നി. പിള്ളേരായാലും അവരും എന്താ പറയുക, നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഞാനായാലും എൻ്റെ ഏട്ടനായാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ ചെയ്യണൊരു പരിപാടിയാണിത്. പക്ഷെ എന്നാലും ഔട്ടിയായാലും പൊന്നുസായാലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിള്ളേരായാലും പൂക്കളൊക്കെ ഇടുമ്പം നമുക്കൊരു സന്തോഷം. കാരണം വെച്ചാൽ അവർക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ ആണെങ്കിൽ പൂക്കള മത്സരങ്ങളും ഓണക്കളികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ കുറേ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഡ്യൂട്ടി കാരണം കൊണ്ട് പലപ്പോഴും നമുക്ക് പിള്ളേരെ അങ്ങനത്തെ മത്സരത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റണില്ല. ഞാനാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് ഇവിടെ നിന്ന് 45 മിനിറ്റ് പോകാനും തിരിച്ച് 45 മിനിറ്റ് ഇങ്ങോട്ട് തിരിച്ച് വരാനായിട്ടും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം. 45 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് പോകണം. എൻ്റെ ഏട്ടനാണെങ്കിൽ കാലത്ത് 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി വരെ എൻ്റെ ഏട്ടൻ ടൈറ്റ് ഷെഡ്യൂളാണ്. പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ ഏട്ടൻ ഊബർ ഓടാൻ പോകും. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് എന്താ പറയുക, പാക്ഡാണ്. അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഏട്ടൻ്റെ ഒരു സന്തോഷമാണ്. എനിക്ക് എന്താ പറയുക, ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല, കളിക്കാൻ അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ, ഇനി ഇപ്പം നിൻ്റെ ഏട്ടൻ 40, ഞാനും 40ലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യാം. അതിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല. ഞാനത് ആരെയും ഉദ്ദേശിച്ച് പറയണതല്ല, നമ്മളൊരു കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാവും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വരുമ്പോൾ. പക്ഷെ അതൊന്നും നോക്കണ്ട. നമുക്ക് എന്താണോ സന്തോഷം തരണേ നമ്മുടെ ലൈഫിൽ. ഇനി കുറച്ച് നാളേ ഉള്ളൂ അല്ലേ. നമ്മൾ ഈ ലോകത്തിൽ എത്ര നാളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാനായാലും ഇത്രയും വലുതായി ഇല്ലേ, ഇത്രയും വലുതായെന്ന് വെച്ചാൽ വയസ്സായി. സത്യം പറഞ്ഞാൽ പകുതി ലൈഫാണ് നമ്മുടെ കഴിഞ്ഞിരിക്കണേ. 10-14 വയസ്സായ മോനുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ലൈഫിൽ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്? നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല ഉത്തരവാദിത്തത്തിൽ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അതിന് കട്ട സപ്പോർട്ടിന് എൻ്റെ കൂടെ ഉള്ള കാര്യം കൊണ്ടായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ നിവ്യയുടെ ടോണറാണ് കേട്ടോ ഉപയോഗിക്കണേ. അപ്പോൾ ടോണർ സാധാരണ ഞാൻ യൂട്യൂബിൽ ഇതൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു അറിവാട്ടാണ്. സാധാരണ എല്ലാവരും ടോണറൊക്കെ ഇടുന്നത് പഞ്ഞി വെച്ചിട്ടൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യണ പോലത്തെ ടോണറുകൾ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്താണെന്ന് ചെയ്യാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഒരുങ്ങണതാണ്. ഞാനിപ്പം നാളെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതുപോലെ തന്നെ എടുക്കുന്നതായിരിക്കും. മറ്റൊന്ന് നിൻ്റെ ഏട്ടൻ ഒഴിവാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് സാരി എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നിൻ്റെ ഏട്ടനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാമെന്നാണ്. നിൻ്റെ ഏട്ടൻ എടുത്ത് തരാണെങ്കിൽ നല്ല രസമായിട്ട് എടുത്തു തരും. ഞാനാണെങ്കിൽ ഈ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എന്നും ഇരിക്കുന്നത്. എന്നും ഒരേ ടൈപ്പ് ഡ്രസ്സ്. അപ്പം സാരിയൊക്കെ കൊടുക്കണമെങ്കിൽ നിൻ്റെ ഏട്ടനും കൂടി വേണം. അപ്പം വീഡിയോ എടുത്ത് തരാനായാലും പുറത്ത് പോയിട്ട് സാരിയുടെ ഫുള്ളൊരു വീഡിയോ കിട്ടാനൊക്കെ ആയിട്ട് നിൻ്റെ ഏട്ടനെയും കുറച്ചുകൂടി നല്ലതാണ്. അപ്പം നിൻ്റെ ഏട്ടൻ മറ്റന്നാ അവധി എൻ്റെ ഏട്ടന് ഓഫാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഏട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാമെന്ന്. ഇപ്പം ഞാൻ ഇട്ടത് ഇന്നലത്തെ സെയിം നമ്മുടെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ C സിറം കേട്ടോ. ഞാൻ കാലത്ത് ഇതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ടോണറും സിറവും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിലുള്ളതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ കമ്പൽസറി. അപ്പം അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. ഇപ്പം നല്ലൊരു എണ്ണ കുട്ടിയുടെ പോലെ ഇട്ടു. എന്ത് തേക്കുകയാണെങ്കിലും ഞാൻ ബാക്കിയുള്ളതൊക്കെ എൻ്റെ കൈമയും കൂടി തേച്ച് വയ്ക്കും കേട്ടോ. കൈമ ഓൾറെഡി ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പം മോയ്സ്ചറൈസർ ഇട്ടതാണ്. പക്ഷേ എങ്കിലും ഒന്നും കൂടി ഇടുന്നുണ്ട്. അതൊന്ന് തണുക്കട്ടെ, ഒന്ന് ഉണങ്ങട്ടെ. അപ്പം ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വാവുട്ടി സത്യം പറഞ്ഞാൽ മലയാളം ആണ് നമ്മൾ വീട്ടിൽ നന്നായിട്ട് പറയണത്. പൊന്നൂസ് നന്നായിട്ട് മലയാളം പറയും. അവനൊരു നന്നായിട്ട് മലയാളം വായിക്കും. അവന് നാട്ടിൽ നിൻ്റെ അമ്മ ഞങ്ങൾ ഇതുപോലെ ബഹ്റിനിൽ
കൊറോണ സമയത്ത് ഒരു 1.5 വർഷം നാട്ടിൽ പോയി നിന്നായിരുന്നു. ആ സമയത്ത് പൊന്നൂസിന് നന്നായിട്ട് മലയാളം, അവൻ സ്കൂളിൽ മറ്റേ നാട്ടിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. അതായത് ഓൺലൈൻ ക്ലാസ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ അവിടുന്ന് മലയാളം പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെന്ന് വെച്ചാൽ നമ്മുടെ മോനെ. അപ്പോൾ അങ്ങനെ പൊന്നൂസ് മലയാളം പഠിച്ചു. വാവുട്ടീനെ കിട്ടിയില്ല, വാവുട്ടിക്ക് കിട്ടില്ല. അപ്പം വാവുട്ടിയുടെ ചില വാക്കുകൾ, പിന്നെ അതുപോലെ തന്നെ അവൻ ചെറുപ്പത്തിലെ കൈ കുടിക്കുമായിരുന്നു. അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചവൻ കുടിക്കുമായിരുന്നു. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. അവൻ ഇംഗ്ലീഷ് പറയണത് ഓക്കെയാണ്, മലയാളം പറയുമ്പോൾ അവൻ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടാവും പറയണം മലയാളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എൻ്റെ മുഖത്തത്തെ മറ്റേ മോയ്സ്ചറൈസറും എല്ലാം ഇട്ടതൊന്ന് പതുക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം പുരികം ഞാൻ എന്നും പറയണ പോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പുരികം ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് പുരികം ഒന്ന് നിൻ്റെ ഏട്ടന് ഒഴിവ് കിട്ടിയിട്ട് വേണം എനിക്ക് പുരികം റെഡി ചെയ്യുമ്പോൾ. വണ്ടിയൊക്കെ ഓടിക്കും, എങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒന്നിനും തന്നെ പോകാറില്ല. എനിക്കിങ്ങനെ കുറേ റഷായിട്ടുള്ള ഏരിയയിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ തന്നെ പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് പോകും, അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഇന്നലത്തെ സെയിം ലാക്മേയുടെ ഐക്കോണിക് കാജൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ ലാക്മേയുടെ തന്നെ ഈ ഐക്കോണിക് കാജൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് 12 മണിക്കൂർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ പരക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ കണ്ണെഴുതൽ നിർത്തിയതാണ്. പിന്നെ എനിക്ക് നന്നായിട്ട് അങ്ങനെ മറ്റേ ഐലൈനർ വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കണ്ണെഴുതൽ ഞാൻ അതോട് നിർത്തി. ഞാൻ മുകളിലും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണെഴുതൽ നിർത്തിയത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡാൻസ് കളിക്കാൻ ഉണ്ടായിരുന്നവൾ, ഒരു 2-3 വീഡിയോയിൽ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതുപോലെ പറഞ്ഞു, ചേച്ചി ഇത് നല്ലതാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ, അപ്പോൾ അവൾ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 2-3 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ തന്നതാണ് ഇത് ഐക്കോണിക് കാജൽ. അപ്പം ഞാനൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്കിഷ്ടമായി. കാജൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇന്നലെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് പോയി. അതിന് ഇന്ന് കുളിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് കളഞ്ഞു. പക്ഷെ അങ്ങനെ കുറേ ഇങ്ങനെ കറുത്തൊന്നും, മറ്റേത് ഇങ്ങനെ കോക്കാമ്പൂച്ച പോലെ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കും. പക്ഷെ അത്രയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ഇന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മെബലിൻ്റെ തന്നെ 20 ലിപ്പിയാണ് കേട്ടോ. ഇത് 20 അല്ലേ, സോറി 25 റെഡ് ഹോട്ടാണ് കേട്ടോ ഉപയോഗിക്കണേ. നല്ല നല്ല ചുമപ്പാണ് ഇതിന് കേട്ടോ. മെബലിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വന്ന് കുളിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെയിനൊക്കെ ബാക്കിയുണ്ടാവും. നല്ല ലോങ് ലാസ്റ്റിംഗ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് ഒട്ടും ഡ്രൈ ആക്കില്ല. ഞാൻ ഇതിൻ്റെ 10 ലിപ്പിയെ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കളർ, പക്ഷെ അതിൻ്റെ എവിടെയോ പോയി, എനിക്കറിയില്ല അത് എവിടെ പോയിന്ന്. ഞാൻ കുറേ തപ്പി, വീട്ടിൽ മൊത്തം തപ്പി, പക്ഷെ ഒന്നും കാണാനില്ല. ഇത് നല്ല കളർ, അതിങ്ങനെ അങ്ങനെ ഒട്ടും ഡ്രൈ ആവില്ല, നല്ല കളറാണ്. അതുപോലെ തന്നെ റെഡ് നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സിന് കൊള്ളാം. ഇന്ന് ഞാൻ വിചാരിക്കണോ, ഞാൻ എൻ്റെ 2ാമത്തെ വീഡിയോയിലാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ഓരോ മേക്കപ്പ് കുറച്ച് കൂട്ടി കൊണ്ടുവരാമെന്ന്. ഇന്നിപ്പം ഞാൻ വിചാരിക്കണോ ചെറുതായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം ഇതൊരു വാട്ടർ പ്രൂഫ്, മെബലിൻ്റെ ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മസ്കാര കേട്ടോ. അപ്പം നമുക്കതിട്ട് കൊടുക്കാം. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ എങ്കിലും ഒരുങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നേക്കാളും ഇഷ്ടം എൻ്റെ ഏട്ടനാ. ഒരുങ്ങാനായിട്ട് എന്ത് സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും അപ്പോൾ വാങ്ങിച്ചു തരും. എൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഇങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഞാൻ നടക്കാറില്ല. ഇപ്പം ഈ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെയുള്ള സമയം കിട്ടിയതും ആഗ്രഹം വന്നു പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഏതൊരു വീഡിയോയ്ക്ക് ആരോ കമൻറ്റ് ഇട്ടാണ് കണ്ടു, ഒരു ഡാൻസ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കളിച്ചത്. ഇനി വേഗം പോയി ആൻറ്റിമാരുടെ ഡാൻസിന് എന്നിട്ട് ഓണത്തിന് ആൻറ്റിമാരുടെ ഡാൻസിന് പോയി പേര് കൊടുത്തോളാൻ. അതെ, ആൻറ്റിമാരായി. അത് ശരിക്കും എല്ലാവരും എന്നെ ആൻറ്റി എന്നൊക്കെയല്ലേ വിളിക്കണേ. എൻ്റെ ചേച്ചിയുടെ മക്കൾ എന്നെ വിളിക്കുന്നത് ചിറ്റാന്നാട്ടോ. അതുപോലെ ആങ്ങളയുടെ മോൻ വിളിക്കുന്നത് ചേച്ചിയമ്മ വിളിക്കണേ. അപ്പം ആൻറ്റിയായി, വലുതായി, പ്രായമായി. നമ്മൾ ചില സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ഇതുപോലെ ഇരിക്കില്ല, എല്ലാവർക്കും പ്രായമാവും. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ആ ചെറിയ ഒരു
ആ ഒരു ഓയിൽനെസ് മാറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ മുന്നേ സ്കിൻ ഭയങ്കര ഓയിലി ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ ഒന്ന് പിന്നെയും ഡ്രൈ ആവും, പിന്നെയും ഓയിലി ആവും. അപ്പം ഞാൻ അതിന് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ യാർഡ്ലിയുടെ പൗഡർ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊക്കെ എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് അല്ലേ എന്നിട്ട് പറയുക ഈ യാർഡ്ലി പൗഡർ. പണ്ട് മമ്മിയുടെ ആങ്ങള ഗൾഫിലായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ യാർഡ്ലിയുടെ പൗഡർ കൊണ്ടുവരും. ഞങ്ങൾക്ക് അന്ന് മമ്മിയുടെ വേറൊരു ആങ്ങളയുടെ മോനുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞായിരുന്നു, അവൻ ജനിച്ച സമയത്ത് അവന് എല്ലാ സമയം ഈ യാർഡ്ലിയുടെ പൗഡർ ഇടാം. അമ്പോ എന്ത് വേണമെന്ന് അറിയാം, നമുക്കിങ്ങനെ കൊച്ചിനെ പിടിച്ച് കടിച്ച് തിന്നാൻ തോന്നും. അതുപോലെ നല്ല രസമല്ലേ ഇതിൻ്റെ മണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് മുതലേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും യാർഡ്ലിയുടെ പൗഡർ ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴും പൗഡർ വാങ്ങിച്ചിരിക്കും. ഇത് ഇവിടെ വന്നപ്പം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യൻ കടകളുണ്ടാവുമല്ലോ, അപ്പോൾ ഇന്ത്യൻ കടയിൽ ഞാൻ പോയി നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്നു യാർഡ്ലിയുടെ പൗഡർ. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു യാർഡ്ലിയുടെ ഇംഗ്ലീഷ് റോസ്. നല്ല മണം. ഈ സംഭവം നമ്മുടെ മേത്തിട്ട് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പണ്ടൊക്കെ നമ്മൾ മേത്തൊക്കെ പൗഡർ ഇട്ടിട്ട് പോകും, നാട്ടിൽ ഭയങ്കര വേർപ്പൊക്കെ അല്ലേ. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെർഫ്യൂം പോലെ അടിക്കണ്ടാവും, നല്ല മണം. ഇത് കാറ്റി പെറി, അങ്ങനെ ഞാൻ പറയാനറിയില്ല, അതിൻ്റെ ഒരു പെർഫ്യൂം ആട്ടോ. ഇതിൻ്റെ അടപ്പ് എവിടെ പോയെന്നറിയില്ല. അപ്പം അതും കൂടി ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മണാട്ടോ അതിന്, ഒരു സോഫ്റ്റ് സ്മെല്ലാണ്, നല്ലതാണ്. അപ്പം ഇനി തലമുടി ഒന്ന് ഉണക്കിയിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞ് അങ്ങനെ കെട്ടി വെച്ചതാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടോ. ഇത് ഞാൻ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോ എന്നാണോ ഞാൻ വാങ്ങിച്ചതാട്ടോ. നല്ലതാണ്, പെട്ടെന്ന് നമ്മുടെ മുടി ഡ്രൈ ആയി കിട്ടും. അപ്പം മുടീനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. അപ്പം അങ്ങനെ തലമുടീനെ ഒന്ന് ഒതുക്കി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്ന മുല്ലപ്പൂ സംഭവങ്ങളൊന്നും വേണ്ട, ചെറിയൊരു ഇതും ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ വരുന്ന ഒരു ഉടുപ്പ് മോഡലാട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് കുളിമടിച്ചിൽ പോലെ തന്നെ, കുളിമടിച്ചിൽ മടയാനുള്ളതില്ല, കുഞ്ഞു മുടിയാണ് ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. അന്നത്തെ പോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കുളിമടിച്ചിൽ മടിഞ്ഞ് ടിക് ടാക്ക് വെച്ച് അവിടെ സെറ്റ് ചെയ്തു. ഈ മുടീനെ ഇന്ന് തിരിച്ചിങ്ങോട്ട് കയറ്റി വയ്ക്കും, തനി നാടനാവാം. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് എൻ്റെ പൗഡർ വെച്ചിട്ട് തന്നെ ചന്ദനം തൊട്ടായിരുന്നു. ഇന്നപ്പം എനിക്ക് ചന്ദനം തൊടാൻ തോന്നുന്നു. അപ്പം ആഹാ അടിപൊളി, ടിങ്, കുറച്ചും കൂടി വേണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചിങ്ങനെ കുടു വീഴില്ല. അപ്പം മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചും വീണെടുക്കണം. അയ്യോ പൊടിയൊക്കെ തിരിക്കണം. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പം ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. ഇന്ന് ഞാൻ കുറേ ആർഭാടായിട്ടൊന്നും തേക്കണില്ല, ഒന്നും ഇടണില്ല കേട്ടോ. ഇന്ന് സാധാരണ പോലെ, സാധാരണ ലുക്ക്. ഇന്നത്തെ ഈ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരുവോണത്തിനൊക്കെ മുന്നേ അമ്പലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അത് അമ്പലത്തിൽ പോണതിന് മുന്നായാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നതിന് മുന്നായാലും നമ്മൾ വീട്ടിൽ കുളിച്ചൊരുങ്ങി നിൽക്കണ ഒരു ലുക്ക്, അതാണ് ഇന്ന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഈ ഡ്രസ്സ് കണ്ടാലോ, ചെറിയൊരു കുഞ്ഞു കമ്മല ഞാൻ ഇട്ടേക്കണേ കേട്ടോ. ഇതും ഇന്നലത്തെ പോലെ തന്നെ ചെറിയൊരു ഉടുപ്പാണ്. അപ്പം ഇവിടെ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വലിയ മാലകളൊന്നും ഇട്ട് ഇതാക്കണ്ട. പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റൈല്, ഓണത്തിൻ്റെ അന്നൊക്കെ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായാലും എല്ലാവരും പോയി കഴിഞ്ഞിട്ടായാലും നമുക്ക് ഫുൾ ടൈം നമുക്ക് ആ സാരി നിർത്തി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ സാരി മാറുന്നതിന് മുന്നോ, അതായത് സാരി ഉടുക്കുന്നതിന് മുന്നോ സാരി മാറിക്കഴിഞ്ഞിട്ടോ നമുക്ക് വീട്ടിൽ ഒന്ന് ഒരുങ്ങി നിൽക്കുന്ന പോലെ നിൽക്കാനുള്ള ലുക്കാണ് കേട്ടത്. അപ്പം ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ മമ്മി ഓപ്ഷൻസിൽ നിന്ന് വാങ്ങിച്ചോളുന്നതാ. എനിക്കൊരു 1000-ന് താഴെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം അന്ന് എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓണത്തിനും ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഒരു ഓഫ് വൈറ്റ് കളറല്ലേ, അപ്പം നല്ലതല്ലേ. അതുപോലെ എനിക്ക് ഈ വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ. ഇതിൽ ബാക്കിൽ വലിയ വർക്കുകളൊന്നും വരുന്നില്ല, ബാക്കിൽ ജസ്റ്റ് പ്ലെയിൻ ആണ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഉടുപ്പ് പോലെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനിടയിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് വേണമെങ്കിൽ പാൻറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷെ എങ്ങനെയായാലും നല്ലതാ.
അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പാട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ സാരി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ വയ്യാണ്ടായി വീട്ടിൽ, പക്ഷെ എല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവരും ഉള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് ഒരുങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചെയ്യും. ഇപ്പം എന്താ പറയുക, കുളിച്ചൊരു ലുക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നൊരു മോഡല് സാധാരണ ഡ്രസ്സ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാനിത് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോവാണ് പതുക്കെ. ഓൾറെഡി ഇവിടെ 11:23 അപ്പം ഇനി 12 മണിയാകുമ്പോൾ, അതായത് 11:55 ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലാണ് ഞാൻ എൻ്റെ 1 മണിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് പിന്നെ എനിക്ക് ഫാർമസിയിലൊക്കെ ഒന്ന് കയറണം, കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇനിയിപ്പം തിരിച്ച് ക്ലാസ് വിട്ട് കഴിഞ്ഞ് എൻ്റെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഏട്ടനും പിള്ളേരും കൂടി പൂക്കളിടുന്നതായിരിക്കും. ഇന്നലത്തെ പൂക്കളം ഞാൻ കണ്ടു. ഇന്നലത്തെ പൂക്കളം അവർ പുറത്തായിട്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നെങ്കിലും ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നോക്കി എങ്ങനെയുണ്ടെന്ന്. നന്നായി. അവർ എന്താ പറയുക, അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമല്ലേ. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫീലാണ് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഓണാഘോഷിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. സന്തോഷമായിട്ട് ഉള്ളതുപോലെ എല്ലാവരും ആഘോഷിക്കാൻ വിചാരിക്കണോ എന്ന് ആഗ്രഹിക്കണോ, പ്രാർത്ഥിക്കണോ. ഇപ്പം ഞാനായാലും ഒരു ദിവസം നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സമയം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോണത് നിൻ്റെ ഏട്ടനും പിള്ളേരും കൂടി പൂക്കൾ പറിക്കണതും അതിൻ്റെ വീഡിയോ ആയിരിക്കും. എനിക്കറിയില്ല ഇന്നും വാവുട്ടിയാണോ വീഡിയോ അവസാനിപ്പിക്കണേന്ന്, നമുക്ക് നോക്കി വെക്കാം അല്ലേ. ഞാൻ നോക്കട്ടെ എങ്ങനെയാന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി പൂക്കളിടുന്നത് കാണാം. ഇടല്ലേ പൂക്കളം? ഓക്കെ. ഇതിന്റെ പേര് എന്താ, ഈ പൂവിന്റെ പേര്? എനിക്കറിയില്ല. ഇതോ? ചെറി ബ്ലോസം എന്താന്നറിയില്ല. ഇവിടെ ആൾക്കാരില്ലേ ഹാമിൽട്ടൺ ഗാർഡനിൽ നിന്ന് അവിടെ നിന്നൊക്കെ പൂ പറിച്ചിട്ട് ഇപ്പൊ ന്യൂസിൽ ആരും ഇട്ടുണ്ട്. അതാണ് പ്രശ്നം. ഒരു സാധനം ഇപ്പൊ ഹാമിൽട്ടൺ ഗാർഡൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും പറിക്കരുത്. നമ്മളിടണ പോലെ പറിക്കണം നോക്കിയാ അല്ല ഇത്. പിന്നെ 2 മറ്റേ എന്നിട്ട് പറയാ യെല്ലോ കളർ പൂവ്, 2 തണ്ട്. മറ്റോടത്തൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട് ഇവിടെ ഗാർഡനിൽ, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറിക്കാൻ പാടില്ലാന്ന്. പക്ഷെ ആൾക്കാര് കവറിലായിട്ട് ആരോ പറിച്ചിട്ട് പോയിട്ട് ആ ഫോട്ടോ ഉണ്ടല്ലേ, അല്ലേ ഞാൻ കാണിച്ചു തന്നില്ലേ, ഒരു സ്ഥലത്തുനിന്ന് പറിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പൂവ് ഓണാകുമ്പോ എല്ലാവരും വന്നിട്ട് കൊണ്ടുപോയി മലയാളീസ്. അതാണ് കാര്യം. എങ്ങനെ ഇടാ? എന്താ വല്ല ഐഡിയ ഉണ്ടോ നിനക്ക് ഇടാനായിട്ട്? അതൊക്കെ എടുക്കാം. വേഗം ഇടാട്ടോ നമുക്കിന്ന്. പെട്ടപ്പെട്ടാന്ന് മാത്രം മതി. നമുക്ക് പൂവ് മാത്രം മതിട്ടാ. നല്ല കേട്ടോ. പക്ഷെ അത് അല്ലേ, പക്ഷെ ഇത് മൊത്തത്തിലുണ്ടായി നിൽക്കുമ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അല്ല മരത്തമ്മ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് അല്ലേ. ഇപ്പൊ എടുത്തപ്പോ വരുന്ന വടി മാത്രമേ ഉള്ളൂ. നമ്മുടെ മെയിൻ സാധനം എന്താ അറിയും, പൂവിനേക്കാളും അപ്പിക്ക് ഇഷ്ടമുള്ള സാധനം ഇല. അല്ലടാ പണ്ടപ്പോ ഇടുന്ന സമയത്തില്ലേ ഇല കട്ട് ചെയ്യാ, ചെറിയ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടേ കുരുന്ന് എരിയ, അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പിന്നെ നീളത്തിലുള്ള ഇല, തിരിഞ്ഞിട്ടുള്ള ഇല, പല ടൈപ്പുണ്ട്. നാട്ടിൽ കുറെ സുഖമായിട്ട് കുറച്ചുകൂടി ഈസിയാ എല്ലാ സാധനങ്ങളും ചെയ്യാനായിട്ട്. പക്ഷെ എന്നിട്ടാ ഏതായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഉണ്ടാക്കിയത്? നമ്മള് ഇനി ഓണത്തിന് ഇടും അടിപൊളി സാധനം ശരിക്ക്. പിന്നെ ഓണത്തിന് നല്ല സൂപ്പർ ആയിട്ട് ഇടാം. നമ്മുടെ നാട്ടില് നിനക്ക് ഓർമ്മയില്ലാത്ത കാരണം കൊണ്ടാകും. നിനക്ക് ആ ഫോട്ടോസ് കാണിച്ചു മനസ്സിലാവും. ശരിക്കും പൂവൊക്കെ വാങ്ങണം, പുറത്തുനിന്ന് വാങ്ങി അടിപൊളിയായിട്ട് ഇടും. ഇതിന് മത്സരം ഉണ്ട് ശരിക്കും. സ്കൂളിൽ ഇവിടെയും എല്ലാവിടെയും ഉണ്ട് അടിപൊളി മത്സരങ്ങളുണ്ട്. അത് ഭയങ്കര തീമൊക്കെ ആയിട്ട് ഭയങ്കര കുറെ ഹവേഴ്സ്, എത്ര മണിക്കൂർ എടുത്തിട്ട് പണിതിട്ട് കുറെ അടിപൊളിയായിട്ട് ഇടും. നമുക്ക് പക്ഷെ ഇത് ഇങ്ങനെ ഇടണം, നമ്മള് അടിപൊളിയായിട്ട് ഇടാം. ഇതിന് നമുക്ക് ശരിക്കും 3 കളർ ഉണ്ടല്ലോ. ഗ്രീൻ ഉണ്ട്, അതന്നെ എല്ലാം മാത്രം കേട്ടോ. ഇപ്പൊ നമ്മളിൽ എത്ര ഇതായി നോക്കി നീ നോക്കട്ടാ. യെല്ലോ ആയി, പിന്നെ ഈ കളറായി. ഇതിന്റെ പേര് ഇതിന്റെ പർപ്പിളാ, പർപ്പിളല്ല പിങ്ക്. പിന്നെ ഗ്രീൻ ആയി,
പിന്നെ ദേ ഇതായി, ഇത്ര കളറായി. ഇത്ര മതി നമുക്ക്. അടിപൊളിയായിട്ട് ഇപ്പൊ 4 ഐറ്റംസ് ആയില്ലേ, അടിപൊളിയായിട്ട് പൂക്കളിടാം. അടിപൊളിയായിട്ട് ശരിക്കും കുറെ വേണം, അതൊന്നും കുഴപ്പമില്ല, നോക്കാം. ഇത് ഫുള്ള് യൂസ് ചെയ്യണോ? ഇത് കഴിഞ്ഞില്ലേ? ഇത് ഫുള്ള് അത് വേണ്ട, ഇനി വേണം അടുത്ത ലെയർ. ഇല എടുക്കില്ല, ലീവ്സ്. ചേട്ടാ അല്ല 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 എങ്ങനെ അല്ല ഉള്ളില് ഉള്ളിലാ? അപ്പൊ ഇത് ഫസ്റ്റ് അതില്ലേ ഉള്ളിലുണ്ട്. പുറത്ത് എങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം? അത് നമ്മളെല്ലാ സാധനം ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതൊരെണ്ണം ചെയ്യാം. അത് വേണ്ടടാ. അല്ല ഇത് ചെയ്തിട്ട് റൗണ്ട് അല്ല അപ്പൊ റൗണ്ട് നമുക്ക് ഇത് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അത് വേണ്ട, നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കണം. അപ്പോൾ ബിഗ് ആവും. ഇതിന്റെ ഉള്ളിൽ ഫുള്ളല്ലോ വെക്കി. പ്ലീസ് അങ്ങനെ വെക്കണേ. അങ്ങനെ അങ്ങനെ തന്നെ. അത് അവിടെ വെക്കണ്ട വാട്ടിയെ, അവിടെ വെക്കണ്ട, എന്താ അവിടെ വെക്കണ്ട. അത് കാരണം എന്താ വേണ്ട, ഇതിന്റെ ഉള്ളിൽ ഫില്ലാക്കിയാൽ മതിയല്ല ലീവ്സ്. ഓ അങ്ങനെ ആ അപ്പൊക്ക് it does. Yes, it does. It's gonna look way better. മതി മതിര. അറിയണ്ട. മതി. അതിലൂടെ മതി. ഇനി ആവശ്യമുണ്ട് നമുക്ക് വേറെ ഐഡിയ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു ചെയ്യട്ടെ. മറ്റേ ഓ മിഡില് ഇതാ. അല്ലല്ല, മിഡില് വേറെ സാധനം. ആ പിങ്ക് പർപ്പിള. മറ്റേ മെസ്സപ്പാക്കല്ലേ മതിയല്ലേ? അയ്യോ സോറി. അല്ല ഇത് പിങ്ക് മാത്രമായിട്ട് എടുത്തൂടെ? പിങ്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇട്ടൂടെ? ഇനി എടുക്കണം. ഇനി നമുക്ക് കുഴപ്പമില്ല, വേറെ ഐഡിയ ചെയ്യാൻ നമുക്ക്. ഒരു ചെറിയ പൂക്കളായില്ലേ? ഇതൊക്കെ മാറ്റിട്ട് മറ്റേ പിങ്ക് മാത്രം. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കൊടുക്കാം. ഇതിന് ചുറ്റും റൗണ്ട്, ശരിക്കും റൗണ്ട് ആക്കണേ വാട്ടിയെ. നല്ല അടിപൊളി. അങ്ങനെ ഒത്തിരി കട്ടിയിലിടണ്ട, ഇത്തിരി ഇട്ടാ മതി. അടിപൊളി പൂക്കളായില്ലേ? ശരിക്കും ഫില്ലായി വരണം, അതാണ് കാര്യം. മതി ഇവിടെ ഇത്ര വേണം. ഓക്കെ നല്ല ഭംഗിയില്ലേ? പക്ഷെ ഇനി വേണം നമുക്ക് വലുതാക്കാൻ. ഐഡിയ ചെയ്യാം. മറ്റേ ആയിട്ടില്ലടാ. ഇനി അടുത്ത ലെയർ യെല്ലോ. ഒന്നുകൂടിയാ? ഒന്നുകൂടി യെല്ലോ. എങ്ങനെ ഇവിടെ യെല്ലോ കാണാനല്ലേ? എങ്ങനെയാണോ അങ്ങനെ അതിന്റെ പകരം അപ്പാ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് വലുതാക്കി വെക്കട്ടെ വേണമെങ്കിൽ. ഇത്തിരി കുഴപ്പമില്ല. ഇത് മുറിക്കണ്ട, വലിയ പീസ് തന്നെ വെച്ചോ. ഓക്കെ അല്ലേ ഓട്ടിയ? അത്ര അടുപ്പിച്ച് വെക്കണ്ട ഓട്ടിയെ, തക്കിയില്ല ചിലപ്പോ. ഇത് എന്നിട്ട് ഓട്ടിയെ അതിലുണ്ട്, വാട്ടിലുണ്ട്, വാട്ടിലൊടിക്കുന്നുണ്ട്. അല്ല ഇതും അടുപ്പിച്ച് വെച്ചോളൂ പൊൻസേ. ഇതിന്റെ അടുത്തേക്ക് ഫില്ല് ചെയ്തിട്ട് കണ്ട ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചോളൂ. അപ്പൊ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുമ്പോ മതി പൊൻസേ വാട്ടിയാ മതി. മുകളിലേക്ക് വെക്കണ്ട പൊൻസേ. ശരി. ഇതിപ്പോ അടിപൊളി സാധനമായില്ലേ? നമ്മുടെ വെറൈറ്റി അല്ലേ? ഇനി അടുത്ത് ഇനി എന്റെ പ്ലാന് അല്ല ഇതുണ്ടോ ഇനി വെക്കാൻ? അതുകൊണ്ട് നമുക്ക് കൂടെ അയ്യോ യെല്ലോന്റെ ഇടയിൽ യെല്ലോ വെച്ച് ഭംഗിന്റെ അവിടെയാ. ഒരു ലീവ്സും കൂടി വെക്കാം നമുക്ക്. ഓരോ ലീവ്സും കൂടി വെക്കാം. യെല്ലോ അങ്ങനെ തന്നെ തിരിച്ചു വെക്കുക പറ്റിയേ. തിരിച്ചിട്ട് അതന്നെ അങ്ങനെ തന്നെയാ ചെയ്തത്.
അല്ല ഒരു ഭാഗത്തേക്ക് വെക്കണല്ലേ ഈ സാധനം. അതന്നെ ചേട്ടാ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളിയായിട്ട് അത്. ഒരു ഭാഗത്തേക്ക് ഓ ഇനിയിപ്പോ കുഴപ്പമില്ല, അങ്ങനെ അതിൻ്റെ അവിടെ ഒരു ഭാഗത്തേക്കാണ്. ഉണ്ട് അവിടെ നല്ല വലുത്. ബൈ. ഇവിടെ അടുത്തില്ലല്ലോ. ഒരെണ്ണൂടി വേണം അവിടെ. ഓക്കെ അല്ലേ? ഇനി എന്നിട്ട് എന്നറിയാം അടുത്ത് വാഷിംഗ് മെഷീനാ. ഓക്കെ, ഇതെന്തിനാന്നറിയാം അടുത്ത്. ഇതാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ. കുറച്ച് ഇലയും ഒരു 2 പൂവും. പക്ഷേ 3 കളറുണ്ട് അല്ലേ? പക്ഷെ ചെറുതായാലും നല്ല ഭംഗിയില്ലേ വാട്ടി പണിച്ചേ? ഇത് എനിക്ക് വന്നിട്ട് വാട്ടി പണിച്ചേ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ലെയർ ആയിട്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയാലേ നല്ലത് ഇതല്ലേ? എനിക്ക് എന്നിട്ട് ഫസ്റ്റ് വൺ ഉണ്ടാക്കിയത് ഇഷ്ടമായത്. മറ്റേ ഇങ്ങനെ ഒരു ലൈന് വെച്ചിട്ട് ഇങ്ങനെ. നമ്മളിനി ശരിക്കും ഓണത്തിന്റെ അന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കണത്. അന്ന് സൂപ്പറായിട്ട് വലുത് ഉണ്ടാക്കണം, വലുത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറച്ച് മറ്റേ എന്താ പറയാ ഫ്ലവർ ഒന്നും ഇവിടെ വാങ്ങിട്ടില്ല. വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ അവരോടത്തും ചോദിക്കണം കിട്ടുമെന്ന്. എന്താ പാട്ടിയ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റ് ഒരു നല്ല വീഡിയോ എല്ലാവർക്കും ബൈ. അങ്ങനെയല്ല, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമെന്ന് എല്ലാവർക്കും ബൈ. ബൈ.